ഒരു ബീഫ് മന്തി കഴിച്ചാലോ? കൂടെ ചിക്കനും കൂടെ. അതെ, മന്തി ഹൗസിലാണ്. സൂഫി മന്തിയുടെ വീഡിയോ കടിയിൽ വന്ന ഒരു കമൻ്റാണ്, നിങ്ങൾ മന്തി ഹൗസിലെ ബീഫ് മന്തി നിർബന്ധമായും ട്രൈ ചെയ്യണമെന്ന്. ആദ്യം തന്നെ എടുത്തു വെച്ച പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മന്തി ഹൗസ്. ഒരുപാട് കാലമായി ഇവിടെ വന്ന് മന്തി കഴിക്കണമെന്ന ഒരാഗ്രഹം മനസ്സിലുണ്ട്. കിട്ടിയ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ. അങ്ങനെ ആ സമയം വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് മന്തി കഴിക്കുന്നത്. ഇവിടുത്തെ ബീഫ് മന്തിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ബീഫ് മന്തി തന്നെ ആവാമെന്ന് കരുതി. കൂട്ടത്തിൽ ചിക്കൻ മന്തിയും കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പക്ഷേ രണ്ടുകൂടി കഴിക്കാൻ നമുക്ക് വയറ് തികയില്ലല്ലോ. വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ വന്നിരുന്നപ്പോൾ തന്നെ പ്ലേറ്റുകളെത്തി. പ്ലേറ്റ് തൊട്ട് നോക്കുന്നത് കണ്ട് നിങ്ങൾ അമ്പരന്ന് കാണുമല്ലേ? പക്ഷേ ചൂടുണ്ടോ എന്നുള്ളതാണ് ആ ടെസ്റ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. നല്ല ചൂടോടെ കിട്ടുന്ന പ്ലേറ്റുകൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് മന്തി ഓർഡർ ചെയ്ത് 5 മിനിറ്റ് തികയുന്നതിന് മുമ്പ് തന്നെ അവർ മന്തി കൊണ്ടുവച്ചു. ആവി പറക്കുന്ന മന്തി. ആ ബീഫ് മന്തിയിലെ ബീഫിൻ്റെയും റൈസിൻ്റെയും ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ആ ബീഫ് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നല്ല സ്വാദോടെയാണ് അത് വിളമ്പിയിരിക്കുന്നത്. കുറച്ച് ഡ്രൈ ആയതായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ സ്വാദിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ആ റൈസ് പൂ പോലെ ഇരിക്കുന്ന റൈസാണ്. ഇത്രയേറെ സോഫ്റ്റായ ഒരു റൈസ് മുമ്പൊരിടത്തു നിന്നും കഴിച്ചതായി ഓർമ്മയിലില്ല. മന്തിയുടെ കൂടെ വരുന്ന ഡിപ്പുകൾ മയണൈസും ടൊമാറ്റോ സോസും ഒക്കെയാണ്. സലാഡ് അതിൻ്റെ കൂടെ കണ്ടില്ല. പക്ഷേ നമ്മുടെ റൈസിന് മുകളിൽ കുറച്ച് വെജീസ് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ആകെ ഒരു കുഴപ്പമായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്, ഈ റൈസിന് മുകളിൽ വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസ് കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് നേരത്തെയാണ് എന്നുള്ളതാണ്. നേരത്തെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന പോലെ തോന്നി. പക്ഷേ നമുക്കത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ മന്തി റൈസിലേക്ക് തന്നെ വരാം. ഒരുപാട് ഫ്ലേവറുകളൊന്നും ഇല്ലാതെ, പക്ഷേ രുചിയിൽ ഒരല്പം പിറകോട്ട് പോവാതെയാണ് അത് വളരെ സോഫ്റ്റായി വളരെ സ്വാദോടു കൂടിയുള്ള ഒരു മന്തി റൈസ്. എല്ലായിടത്തുനിന്നും മന്തി കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒരുപാട് സ്ഥലത്തുനിന്ന് മന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സോഫ്റ്റായ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ നിന്നാണ് ഇതുവരെ കഴിച്ചതിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. റൈസ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് തരുമെന്നാണ് വെയിറ്റർ പറഞ്ഞത്. അതിന് എന്തെങ്കിലും അളവുകോലുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒന്ന് ചിക്കൻ കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ഒരു ചിക്കൻ കൂടി പറഞ്ഞു. അത് കുഴിമന്തി അല്ല, പക്ഷേ അവർ ഡ്രയറിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു തരം ചിക്കനാണ്. ഈ ചിക്കനും എടുത്തു പറയേണ്ട ഒരു വിഭവമാണ്. നിങ്ങൾ ചിക്കൻ മന്തി ഓർഡർ ചെയ്താലും ബീഫ് മന്തി ഓർഡർ ചെയ്താലും കിട്ടുന്നത് ഒരേ റൈസാണ്. അവർ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഒരേ റൈസാണ്. നമ്മൾ മട്ടനാണെങ്കിൽ പോലും ഇതേ റൈസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ചിക്കൻ വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ബീഫും റൈസും ഒക്കെ കഴിച്ച് വയറ് ഏകദേശം നിറഞ്ഞ മട്ടാണ്. ആ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാമെന്ന ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇത് വാങ്ങിയത്. ചിക്കനെ കൂടാതെ ഒരു സുലൈമാനിയും ഓർഡർ ചെയ്ത് കഴിച്ചു. ആകെ ബില്ലായിരിക്കുന്നത് 350 രൂപയാണ്. ചിക്കന് ആ പീസ് മാത്രം 120 രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ വളരെ നന്നായിരുന്നു. ഇതാണ് ഡൈനിങ് ഏരിയ. നമുക്ക് AC ഉണ്ട്, നോൺ AC ഉണ്ട്, ഫാമിലി റൂമുണ്ട്. നിങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടുത്തെ ബീഫ് മന്തിയോ ചിക്കൻ മന്തിയോ കഴിച്ചിരിക്കണം. ഇനി അടുത്ത വരവിന് നമുക്ക് മട്ടൻ മന്തി കഴിക്കാം. ഇതുപോലുള്ള മറ്റു ഫുഡ് സ്പോട്ടുകൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.